ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ബൈ ആൽഫ ട്യൂട്ടേഴ്സ്. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ് 10 ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള നാഷണലിസം ഇൻ ഇന്ത്യ ആണ്. നമ്മൾ ബേസിക്കലി ഈ ചാപ്റ്റർ 4 പാർട്സ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫുൾ ലെങ്ത് വീഡിയോ ആക്ച്വലി നമുക്ക് ഷൂട്ട് ചെയ്തിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ബേസിക്കലി ഈ ഒരു ചാപ്റ്റർ 4 പാർട്സ് ആയിരിക്കും. ഫസ്റ്റ് പാർട്ട് വന്നിട്ട് ഫസ്റ്റ് വേൾഡ് വാർ, ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ ആയിരിക്കും. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറിംഗ് സ്ട്രാൻഡ്സ് വിത്തിൻ ദ മൂവ്മെന്റ് ആയിരിക്കും. തേർഡ് പാർട്ടിൽ വന്നിട്ട് ടുവേർഡ്സ് സിവിൽ ഡിസൊബീഡിയൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുന്നത്. ഫോർത്ത് പാർട്ടിൽ വന്നിട്ട് ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ്സ് ആയിരിക്കും. അങ്ങനെ 4 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നുണ്ടാവുക. സോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്പാക്ട് ഓൺ ഇന്ത്യ ആൻഡ് ഖിലാഫത്ത് ആൻഡ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്നീ കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് നോക്കാനായിട്ട് പോകുന്നുണ്ടാവുക. സോ ബിഫോർ ദാറ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ നേരത്തെയുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മോഡേൺ നാഷണലിസം യൂറോപ്പിലെ എമർജ് ആയതെന്നും അതോടൊപ്പം തന്നെ ആ മോഡേൺ നാഷണലിസം വഴി എങ്ങനെ നമുക്ക് യൂറോപ്പ് ഒരു നേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറി എന്നൊരു കാര്യവും നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ഈ നാഷണലിസം ഇൻ ഇന്ത്യയിൽ ഇന്ത്യ എങ്ങനെ ഒരു നേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറി, ഇന്ത്യ എങ്ങനെ ഒരു നേഷൻ ആയിട്ട് മാറി എന്നൊരു കാര്യത്തെ പറ്റിയിട്ടായിരിക്കും. സോ ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു നേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറാൻ അല്ലെങ്കിൽ നാഷണലിസം ഇൻ ഇന്ത്യയിലെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആന്റി കൊളോണിയൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. സോ വാട്ട് വാസ് ദ മെയിൻ റീസൺ ഫോർ ദി നാഷണലിസം ഇൻ ഇന്ത്യ? ഇറ്റ് ഈസ് ആന്റി കൊളോണിയൽ മൂവ്മെന്റ് ആണ്. എന്താണ് ആന്റി കൊളോണിയൽ മൂവ്മെന്റ് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്താണ് കൊളോണിയലിസം എന്ന് അറിഞ്ഞിരിക്കണം. സോ കൊളോണിയലിസം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇറ്റ്സ് ബേസിക്കലി നമുക്കൊരു കൺട്രി ഉണ്ടാവും. ഈ കൺട്രീനെ വേറൊരു കൺട്രിയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കൺട്രിയോ വന്നിട്ട് അവരെ സപ്രസ് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് ഒക്കെ അവർ ഹിൻഡർ ചെയ്ത് വെക്കുന്നുണ്ടാകും. ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ എന്താ നടന്നത്? ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാരും പിന്നെ വേറെ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇന്ത്യയിലുള്ള റൈറ്റിനെ മീൻസ് നമ്മുടെ ആൾക്കാരെ സപ്രസ് ചെയ്തുകൊണ്ട് അവരെ അടിച്ചമർത്തിക്കൊണ്ടായിരുന്നു അവരുടെ ഓരോ കാര്യങ്ങളും നേടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് കൊളോണിയലിസം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ എന്താ നടന്നിട്ടുണ്ടായിരുന്നത്? കൊളോണിയലിസം ആയിരുന്നു. അപ്പൊ ഇന്ത്യ എന്താണ് ഒരു നേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറിയപ്പോഴത്തേക്കല്ലേ ഇന്ത്യൻ നാഷണലിസം വന്നത് എന്തായിരുന്നു? ഈ കോളനീസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കൊളോണിയലിസത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റി കൊളോണിയൽ മൂവ്മെന്റ് വഴിയാണ് എന്ത് ചെയ്തത്? ഇന്ത്യയിലേക്ക് നാഷണലിസം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? സോ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആന്റി കൊളോണിയൽ മൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുപാടധികം ഡിഫറെന്റ് പ്ലേസിൽ ആക്ച്വലി എന്തായിരുന്നു? ഡിഫറെന്റ് വേസിലായിരുന്നു ആന്റി കൊളോണിയൽ മൂവ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇന്ത്യ എടുക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഒരു പാർട്ടാണല്ലോ കേരള എന്ന് പറയുന്നുണ്ടാവുന്നത്. ഈവൻ കേരളയ്ക്കകത്ത് തന്നെ അറിയാം ഇപ്പോഴാണ് നമുക്ക് 14 സ്റ്റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമുക്ക് കേരളനെ ട്രാവൻകൂർ അതോടൊപ്പം തന്നെ മലബാർ, കൊച്ചി എന്ന രീതിയിലൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് തൊട്ടടുത്ത് നമുക്ക് തമിഴ്നാടുവിന്റെ അവിടെ മദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. മുകളിൽ കർണാടക വാസ് കോൾഡ് ആസ് മൈസൂർ. അപ്പൊ ഇവിടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരുന്നു എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ ആയിട്ടുള്ള സ്ട്രഗിൾസ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സമയത്താണ് മഹാത്മാഗാന്ധി വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി ഓരോ നാട്ടിലും ഓരോ രീതിയിൽ ആന്റി കൊളോണിയൽ മൂവ്മെന്റ് നടന്നിട്ട് കാര്യമല്ല, ഇവരെല്ലാവരും കൂടെ ഗ്രൂപ്പ് അപ്പ് ചെയ്ത് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് സ്വരാജ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് കിട്ടത്തുള്ളൂ എന്ന് ആർക്ക് മനസ്സിലായി? മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി. അങ്ങനെയാണ് എന്താണ് മഹാത്മാഗാന്ധിയുടെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഇൻപുട്ടോട് കൂടി നമ്മളുടെ ഇന്ത്യയില് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുണ്ടാണ്. ഇത്രയും കാര്യം മനസ്സിലായാലോ? അപ്പൊ ബിഫോർ ഗോയിങ് ഇൻ ടു ദി ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ചാപ്റ്ററിന്റെ അകത്ത് 1920s മുതലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ബേസിക്കലി നോക്കുന്നുണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫസ്റ്റ് വേൾഡ് വാർ ആണല്ലോ. സോ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് മുതൽ എന്ന് വരെ ആയിരുന്നു? ഓർത്ത് വെച്ചോ, 1914 മുതൽ 1918 വരെ ആയിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. ഈവൻ ദോ ഇന്ത്യ ഫസ്റ്റ് വേൾഡ് വാറിൽ ടേക്ക് പാർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഫസ്റ്റ് വേൾഡ് വാറിൽ നടന്ന പല കാര്യങ്ങളും ഇന്ത്യയിൽ അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് വേൾഡ് വാറിൽ കുറെ അധികം വെപ്പൺസ് വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡിഫറെന്റ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരൊക്കെ ആയിരുന്നല്ലോ നമുക്ക് ഫസ്റ്റ് വേൾഡ് വാർ ടേക്ക് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അണ്ടറിൽ വരുന്ന കൺട്രീസിൽ നിന്നും അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരുപാട് അധികം ടാക്സ് പിടിക്കാൻ തുടങ്ങി. അവർ ഒരുപാട് മീൻസ് അവർക്ക് എന്തായാലും വേൾഡ് വാറിന്റെ ഫൈറ്റിനായിട്ട് ഒരുപാട് എക്സ്പെൻഡിച്ചർ വേണം. ആ ഒരു പൈസ മീറ്റ് ചെയ്യാനായിട്ട് അവർ അണ്ടറിൽ വരുന്ന കൺട്രീസിലായിരുന്നു അവർ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ
ഫസ്റ്റ് വേൾഡ് വാർ എങ്ങനെയാണ് ഇന്ത്യയിൽ അഫക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യൊരു കാര്യം കസ്റ്റം ഡ്യൂട്ടീസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. എന്ത് കൂട്ടാൻ തുടങ്ങി? കസ്റ്റം ഡ്യൂട്ടീസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. പോരാഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നടന്നിട്ടുണ്ടായിരുന്നത്, നമ്മുടെ സാധനങ്ങളുടെ വില പ്രൈസുകൾ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് കോമൺ പീപ്പിൾ, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം കഷ്ടപ്പാടായിരുന്നു. ദേ ഫേസ് സോ മെനി ഹാർഡ്ഷിപ്പ്. ഓക്കെ, അപ്പൊ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല വില്ലേജിൽ വളരെ പാവപ്പെട്ട ആൾക്കാർ നമുക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്താണ് അവരെ കൊണ്ടുപോകാനായിട്ട് ഫോഴ്സ്ഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ നടന്നപ്പോഴത്തേക്ക് നമ്മളുടെ ഇന്ത്യൻ പീപ്പിൾസ് വേർ വെരി ആംഗ്രി അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ആയിരുന്നു. ഇതൊന്നുമല്ലായിരുന്നു. മാത്രമല്ല 1918 അതോടൊപ്പം തന്നെ എന്തായിരുന്നു 1919 അതുപോലെ 1920 to 21 ഈ ഒരു സമയത്തെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാടധികം ക്രോപ്പ് ഫെയിലുവർ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്താണ് ക്രോപ്പ് ഫെയിലുവർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് അധികം കിട്ടത്തില്ല. അപ്പൊ ദർ വാസ് എ ഷോർട്ടേജ് ഇൻ ദി ഫുഡ് ഓൾസോ. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് എന്തായിരുന്നു ഇന്ത്യയില് എപ്പിഡമിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു വലിയൊരു മാരക രോഗവും നമ്മുടെ ഇന്ത്യയിൽ പരക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 1921 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ അബൌട്ട് 12 to 13 മില്യൺ ഓഫ് ആൾക്കാര് എന്താണ് ഈ ഒരു അസുഖം ബാധിച്ച് ലോകമെമ്പാടും മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നുണ്ടാകുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫസ്റ്റ് വേൾഡ് വാർ. അപ്പൊ എന്തായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറില് 1914 to 1918 ആയിരുന്നു. ഈവൻ ദോ ഇന്ത്യ അതിൽ ടേക്ക് പാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യയിലെയും അത് അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ അഫക്ട് ചെയ്തു? കസ്റ്റം ഡ്യൂട്ടീസ് കൂടിയിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റീസ് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിതം വളരെ കഷ്ടത്തിലായിരുന്നു. മാത്രമല്ല വില്ലേജിലുള്ള ആൾക്കാരെ ഫോഴ്സ് ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? 1918 21 ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഭാഗമായിട്ട് ഒരുപാട് ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ആൻഡ് ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങളും അവിടെ സ്പ്രെഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പയ്യെ എന്ത് ചെയ്തു? നമ്മളുടെ വേൾഡ് വാർ 1918 ആയപ്പോഴത്തേക്ക് അങ്ങ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഡ് ചെയ്തപ്പോഴത്തേക്കും ആൾക്കാരുടെ വിചാരം എന്തായിരുന്നു? ഇത് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും പയ്യെ നമുക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ലൈഫിലോട്ട് തിരിച്ചു വരാൻ പറ്റും എന്ന് അവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നു ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ പുതിയ മോഡ് ഓഫ് ന്യൂ ലീഡേഴ്സും അതോടൊപ്പം തന്നെ ന്യൂ സ്ട്രഗിൾസും ഇന്ത്യയിൽ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്ന പാർട്ട്. ഇറ്റ്സ് അബൌട്ട് ഐഡിയ ഓഫ് സത്യാഗ്രഹം. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയിൽ വരുന്ന മുമ്പ് എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ഉണ്ടായിരുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ ഇരുന്നിട്ടാണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ ആൾക്കാർക്ക് അവിടെ ഒരുപാടധികം റേസിസ്റ്റ് മീൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന രീതിയിൽ റേസിസ്റ്റ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾക്കെതിരെ അവിടെ ഇരുന്നിട്ട് മഹാത്മാഗാന്ധി ഫോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മഹാത്മാഗാന്ധി അറിഞ്ഞത് ഇന്ത്യയിൽ ഇത്രയും കഷ്ടപ്പാട് നടക്കുവാണ്. അപ്പൊ ഇന്ത്യക്കാരനായ മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? അവിടെ ആ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലോട്ട് വന്നു. എന്ന് 1915 ജനുവരി ആയ സമയത്ത് മഹാത്മാഗാന്ധി ഇന്ത്യയിലോട്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ അധികം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രൊട്ടസ്റ്റ് മോഡൽ ആയിട്ടുള്ള സത്യാഗ്രഹ എന്ന് പറയുന്ന കാര്യം ഇന്ത്യയിലും വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. സോ വാട്ട് ഇസ് സത്യാഗ്രഹ? പേര് പോലെ തന്നെ ഇറ്റ്സ് അബൌട്ട് ട്രൂത്ത്. സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്ത്? സത്യാഗ്രഹ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വാട്ട് ഇസ് സത്യാഗ്രഹ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഇസ് സത്യാഗ്രഹ? ഇറ്റ് ഈസ് എ നോവൽ മെത്തേഡ്. അതെന്താണ്? ഒരു നോവൽ മെത്തേഡ് ആണ് ഓഫ് മാസീവ് അജിറ്റേഷൻ. അതായത് ഒരുപാട് ആൾക്കാർ കൂട്ടം കൂടിയിട്ട് ഒന്നിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും എന്ത്? മാസീവായിട്ട് അജിറ്റേഷൻ ആണ് സത്യാഗ്രഹ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അവിടെ ഒരു ഫിസിക്കൽ ഫോഴ്സ് ഇല്ല. അവിടെ എന്തില്ല? ഫിസിക്കൽ ഫോഴ്സ് ഇല്ല. അവിടെ യാതൊരു രീതിയിലുള്ള അഗ്രസീവും ഇല്ല. പിന്നെ ഏത് മെത്തേഡിലൂടെ?
നോൺ വയലൻസിലൂടെ യാതൊരു രീതിയുടെ ഉപദ്രവമോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സമാധാനത്തോടുകൂടി നോൺ വയലൻസ് മെത്തേഡ് വഴി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്ന ആ മെത്തേഡ് ഓഫ് പോരാട്ടത്തെ പറയുന്ന പേരാണ് എന്ത്? സത്യാഗ്രഹ. ആ സത്യാഗ്രഹം എന്ത് ചെയ്തു? നമ്മുടെ മഹാത്മാഗാന്ധി ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി? വാട്ട് ഈസ് സത്യാഗ്രഹ? സത്യാഗ്രഹ എന്ന് പറയുന്നത് ഒരു നോവൽ മെത്തേഡ് ഓഫ് മാസീവ് അജിറ്റേഷൻ ആണ്. ഫിസിക്കൽ ഫോഴ്സ് ഒന്നും ഇല്ലാതെ ട്രൂത്തിന് വേണ്ടിയിട്ട് നോൺ വയലൻസ് മെത്തേഡ് വഴി പോകുന്നതാണ് എന്ത്? സത്യാഗ്രഹ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് ബേസിക്കലി എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരെ എന്താണ്, നമ്മളുടെ ആവശ്യം സത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൾക്കാരെ കമ്പൽ ചെയ്തുകൊണ്ട് വയലൻസ് വഴിയോ ഉപദ്രവ വഴി ഇല്ലാണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊരു സാധനമാണ് ഈ സത്യാഗ്രഹ എന്ന് പറയുന്നുണ്ടാകും. അങ്ങനെ മഹാത്മാഗാന്ധി വന്ന ഉടനെ നമ്മളുടെ ഇന്ത്യയില് മെയിൻലി 3 സത്യാഗ്രഹങ്ങളായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് 1917 ഉണ്ടായിരുന്നിട്ടുള്ള ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹ. സോ ചമ്പാരൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പെസൻസ്, ഫാമേഴ്സ് ഉണ്ടായിരുന്നു. ഈ പെസൻസ് എന്ന് പറയുന്നത് ദേവർ ഇൻഡിഗോ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. സോ അവിടെ ഇൻഡിഗോ പ്ലാന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡിഗോ എന്ന ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. സോ ഇൻഡിഗോ പ്ലാന്റേഷന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോയിലിന്റെ ഫെർട്ടിലിറ്റി ഭയങ്കരമായിട്ട് കുറയുന്നുണ്ടാവും. പിന്നെ 2-3 വർഷത്തേക്ക് ആ സോയിൽ വേറെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നല്ല രീതിയിൽ പൈസ കിട്ടുന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യക്കാരെ ഫോഴ്സ് ചെയ്തിട്ട് ഇൻഡിഗോ കൾട്ടിവേഷൻ മാത്രം ചെയ്താൽ മതി എന്നൊരു കാര്യം കൊണ്ടുവന്നു. അങ്ങനെ അവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സോയിലിന്റെ ഫെർട്ടിലിറ്റി കുറയും, വേറെ ഫുഡ് ക്രോപ്സ് ഒന്നും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാതെ ആകുകയും ചെയ്ത സമയത്ത് അവിടെയുള്ള കർഷകരെല്ലാം വളരെയധികം കഷ്ടപ്പാട് അല്ലേ. അപ്പൊ എന്ത് ചെയ്തു? നമ്മളുടെ മഹാത്മാഗാന്ധി അവിടെ വന്നിട്ട് 1917 ആയപ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്തു? സത്യാഗ്രഹം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കൊടുത്തു? അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതേ 1917 തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഗുജറാത്തിലെ ഒരു സ്ഥലമായിരുന്നു ഖേദ. ഓക്കെ, ഗുജറാത്തിലെ സ്ഥലമായിരുന്നു ഖേദ. അവിടെയും എന്തുണ്ടായിരുന്നു? പെസൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ പെസൻസിനെ വേണ്ടിയിട്ടും നമ്മളുടെ മഹാത്മാഗാന്ധി പോയിട്ട് സത്യാഗ്രഹം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടുത്തെ പെസൻസിനെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആക്ച്വലി എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ആവശ്യം എന്തായിരുന്നു? ദി ഡിമാൻഡ് ഓഫ് റിലാക്സേഷൻ ഓഫ് റവന്യൂ. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി എന്ന് പറയുമ്പം അവിടെ പ്ലേഗ് പോലുള്ള എപ്പിഡെർമിസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്ലേഗ് വന്ന സമയത്ത് ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടാക്സ് കുറച്ച് കൊടുക്കണം എന്ന ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ആ പെസൻസ് അവിടെ ഓൾറെഡി സ്ട്രൈക്ക് നടത്തുമായിരുന്നു. അവിടെ മഹാത്മാഗാന്ധിയുടെ ഇന്റർഫിയറൻസ് കാരണം അവർക്കും എന്ത് കിട്ടി? അവർക്കും നീതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത വർഷം 1918 ആയ സമയത്ത് എന്തായിരുന്നു? അഹമ്മദാബാദില് വന്നിട്ട് അവിടെ ആരായിരുന്നു? കോട്ടൺ മിൽ വർക്കേഴ്സ് ആയിരുന്നു. കോട്ടൺ മിൽ വർക്കേഴ്സ് ഉണ്ടായിരുന്നു. ഈ കോട്ടൺ മിൽ വർക്കേഴ്സിന് വേജസ് ഇൻക്രീസ് ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വേജസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അവരവിടെ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്താ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി കൂടിയപ്പോഴത്തേക്കും അവർക്ക് വേജസ് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായല്ലോ? ഈ 3 കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഹെഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും വെൻ, വേർ, ഹൂം, അതോടൊപ്പം തന്നെ വൈ. എപ്പോ, എവിടെ വെച്ച്, ആർക്ക് വേണ്ടി, എന്തിനു നടന്നു. അപ്പൊ 3 സത്യാഗ്രഹം എന്തായിരുന്നു? 1917 എവിടെ വെച്ചായിരുന്നു? ബീഹാറില് ചമ്പാരനില്. ആർക്ക് വേണ്ടി? അവിടുത്തെ പെസൻസിന് വേണ്ടി. എന്തിനു വേണ്ടി? ഇൻഡിഗോ പ്ലാന്റേഷനില് അവർക്ക് എന്താണ്? അവർക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ദേവർ അഗൻസ്റ്റ് ഓപ്പറേഷൻസ് ഓഫ് ദി ഇൻഡിഗോ പ്ലാന്റേഷൻ സിസ്റ്റം ആയിരുന്നു. അതായത് അവിടെ അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇൻഡിഗോ പ്ലാന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് പറ്റത്തില്ല എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ എന്ത് നടന്നത്? ആ ഒരു സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്. 2ാമത് സത്യാഗ്രഹം എപ്പോഴായിരുന്നു? അതേ 1917 തന്നെയായിരുന്നു. എവിടെ വെച്ച്? ഗുജറാത്തിലെ ഖേദ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച്. ആർക്ക് വേണ്ടി? പെസൻസിന് വേണ്ടി. എന്തിനു വേണ്ടി? ഡിമാൻഡ് ഫോർ ദി റിലാക്സേഷൻ ഓഫ് ദി റവന്യൂ ആയിരുന്നു. ആൻഡ് 3ാമത്തെ സത്യാഗ്രഹം എന്തായിരുന്നു? എവിടെ? 1918 എവിടെ വെച്ച്? അഹമ്മദാബാദ്. ആർക്ക് വേണ്ടി? കോട്ടൺ മിൽ വർക്കേഴ്സിന് വേണ്ടി. എന്തിനു വേണ്ടി? അവരുടെ വേജസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഇത്രയും 3 കാര്യം പഠിച്ചല്ലോ. ഇത് 3 കാര്യം നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. അപ്പൊ നമ്മള് ഇതുവരെയും നമ്മളുടെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് മെയിൻലി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന 2 ടോപ്പിക് ആയിരുന്നു. ഒന്ന്
ഫസ്റ്റ് വേൾഡ് വാർ എങ്ങനെ നമ്മൾ ഇന്ത്യയിൽ അഫക്ട് ചെയ്തു എന്നാണ്. എങ്ങനെ ഇന്ത്യയിൽ അഫക്ട് ചെയ്തു? കസ്റ്റംസ് കൂട്ടിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഫുഡ് അവിടെ ക്രോപ്പ് ഫെയിലുവർ കാരണം ഫുഡിന്റെ സ്കാസിറ്റി വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫോഴ്സ് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, ക്രോപ്പ് ഫെയിലുവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കാരണം ഇന്ത്യ പ്രശ്നത്തിലായപ്പോഴത്തേക്കും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു. അതേം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള മോഡ് ഓഫ് പ്രൊട്ടസ്റ്റ് പറയുന്ന പേരാണ് സത്യാഗ്രഹ. ആ സത്യാഗ്രഹ ട്രൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നോവൽ മെത്തേഡ് ആയിരുന്നു. കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. 3 സത്യാഗ്രഹം ഉണ്ടായിരുന്നു. ചമ്പാരൻ ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു, ഗുജറാത്തിലുള്ള ഖേദ ഉണ്ടായിരുന്നു, അഹമ്മദാബാദ് സത്യാഗ്രഹം ഉണ്ടായിരുന്നു. 3 പക്ക, ഇയറും പക്ക. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ കാര്യമാണ് അബൌട്ട് ദി റൗലറ്റ് ആക്ട്. അബൌട്ട് ദി റൗലറ്റ് ആക്ട്. എന്തായിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്? സോ എന്താണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്? റൗലറ്റ് ആക്ട് ആക്ച്വലി വേറെ ഒന്നുമല്ല, ഓൾറെഡി നമ്മളുടെ ഇന്ത്യയിൽ ഒരു ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരുന്നു. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്താണ് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത്? ബ്രിട്ടീഷുകാരുടെ അണ്ടറിലുള്ള എല്ലാ സ്ഥലങ്ങളെയും നോക്കാനായിട്ട് അവരുടെ ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു, ആൾക്കാരുകൾ കൂടിയിട്ടായിരുന്നു. ഒരു മെയിൻ ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ബ്രിട്ടീഷിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, കുറച്ച് ഇന്ത്യൻസും ഈ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭാഗമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയായിരുന്നു പെട്ടെന്ന് അവർ എന്ത് ആക്ട് പാസ്സാക്കിയത്? റൗലറ്റ് ആക്ട് ഓഫ് 1919 അവര് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ റൗലറ്റ് ആക്ട് പാസ്സാക്കിയ സമയത്ത് ആ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരുന്ന ഇന്ത്യൻസ് പോലും ഈ റൗലറ്റ് ആക്ട് വേണ്ട, അത് പാസ്സാക്കേണ്ടെന്ന രീതിയിൽ അവർ ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർ എന്ത് ചെയ്തു? ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി റൗലറ്റ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എന്തിന്? മഹാത്മാഗാന്ധി പോലും നേഷൻ വൈഡ് ആയിട്ട് സത്യാഗ്രഹ ഈ റൗലറ്റ് ആക്ട് പാസ്സായത് കൊണ്ട് മാത്രം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഈ റൗലറ്റ് ആക്ടിന് അഗൻസ്റ്റ് ആയിട്ട് വന്നത്? ബിക്കോസ് റൗലറ്റ് ആക്ട് കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് വിൽ ഗെയിൻ എനോമസ് ആയിട്ടുള്ള പവർ. ഓൾറെഡി അവർക്ക് പവർ ഉള്ളത് കൊണ്ട് തന്നെ അവരുടേതായ രീതിയിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റൗലറ്റ് ആക്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പവർ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യക്കകത്തുള്ള എല്ലാ രീതിയിലുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാകും? റെപ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. ബിക്കോസ് ഇപ്പോഴാണ് മഹാത്മാഗാന്ധി വന്നതോടുകൂടി പയ്യെ കുറച്ചും കൂടി ഒരു യൂണിറ്റി ആയിട്ട് നമുക്ക് സത്യാഗ്രഹാസൊക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതുപോലുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് അവര് സപ്പോർട്ട് മീൻസ് നടക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ കൈവിട്ട് പോകും എന്നൊരു കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ പയ്യെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് സപ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രിസണേഴ്സിനെ അവര് ഡിറ്റൻഷൻ ചെയ്യാൻ തുടങ്ങി. സോ വാട്ട് ഈസ് മീൻ ഡിറ്റൻഷൻ? അവർ തടങ്കലാക്കാൻ തുടങ്ങി. ആൻഡ് വിത്തൗട്ട് ദി ട്രയൽ ഫോർ 2 years. അതായത് ഒരാളെ കൊണ്ട് തടങ്കലാക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യണം? കുറച്ച് കോർട്ട് പ്രൊസീജിയേഴ്സ് കാണുമായിരിക്കും. അതൊന്നുമില്ലാണ്ട് നേരെ ഒരാൾക്ക് ബ്രിട്ടീഷുകാർക്ക് ആരെയും പിടിച്ചുകൊണ്ട് പോയി കൊണ്ട് ജയിലിടാം എന്നൊരു സാധനം വരാൻ തുടങ്ങി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ടാണ് ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നമ്മുടെ ഇൻഡിപെൻഡൻസ് നേടാൻ നല്ല ടൈം എടുക്കുമെന്നും പാടായിരിക്കും മനസ്സിലാക്കിക്കൊണ്ട് മഹാത്മാഗാന്ധി പോലുള്ള എല്ലാ ഇന്ത്യൻസും ഈ ഒരു റൗലറ്റ് ആക്ടിന് അഗൻസ്റ്റ് ആയിട്ട് വന്നു. അപ്പൊ എങ്ങനെയാണ് മഹാത്മാഗാന്ധി ഈ റൗലറ്റ് ആക്ടിന് അഗൻസ്റ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്? അദ്ദേഹമാണെങ്കിൽ 6th April 1919 ആയ സമയത്ത് ഹർത്താല് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഹർത്താല് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹർത്താലിന്റെ ഭാഗമായിട്ട് ഒരുപാടധികം റാലീസ് ഇന്ത്യയിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വർക്കേഴ്സ് ആക്ച്വലി ഇന്ത്യയിൽ കുറെ അധികം സ്ട്രൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷോപ്സ് എല്ലാം കൂടി ക്ലോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതോടൊപ്പം തന്നെ എന്ത് നടന്നിട്ടുണ്ടായിരുന്നു? ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഡിസ്ട്രപ്റ്റ് ആവാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ബ്രിട്ടീഷുകാർ വെറുതെ നോക്കി നിൽക്കുന്നുണ്ടാവൂ? ഇല്ല. ബ്രിട്ടീഷുകാരും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ എന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവും അവരും നമ്മളുടെ ഈ ഒരു റാലീസിനെയും സ്ട്രൈക്കിനെയും സപ്രസ് ചെയ്യാനായിട്ട് ആരെ ഇറക്കി? ജനറൽ ഡയർ എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഓഫീസറിനെ അവർ ഇറക്കി. ഈ ജനറൽ ഡയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കണ്ണിച്ചൂരി ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് നമ്മളുടെ ഇന്ത്യൻസിനെ ഒത്തിരി രീതിയിൽ അദ്ദേഹം ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ജനറൽ ഡയർ ആണെങ്കിൽ മാർഷൽ ലോ ഇറക്കി. വാട്ട് ഈസ് മീൻ ബൈ മാർഷൽ ലോ? പൊതുവെ നമ്മുടെ പോലീസ് ആയിരിക്കും നമ്മളുടെ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പട്ടാള ഭരണം, അതാണ് ഈ മാർഷൽ ലോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, പട്ടാളക്കാരാകുമ്പോഴത്തേക്കും അവർ അവരുടേതായ രീതിയിലൊക്കെ ആയിരിക്കും അവർ നമ്മുടെ ഇന്ത്യ റൂൾ ചെയ്യുന്നുണ്ടാവുന്നത്. അപ്പൊ ജനറൽ ഡയർ എന്ത് ചെയ്യാൻ തുടങ്ങി? അയാൾ ഭയങ്കരമായിട്ട് നമ്മളുടെ ഇന്ത്യക്കാരെ
ഹ്യൂമിലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു നമ്മുടെ അമൃതസറിൽ നടന്നുകൊണ്ടിരുന്നത്. ഒരു ആവശ്യമില്ലാതെ അവരെ ഫയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിനെ ഡൽഹിയിലോട്ട് കയറണ്ട എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാർ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻസ് നമുക്ക് വിലക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മഹാത്മാഗാന്ധി ഇന്ത്യയിലോട്ട് മീൻസ് ഡൽഹിയിലോട്ട് വരണ്ട എന്ന രീതിയിൽ 10th ഏപ്രിലിൽ അവര് വന്നിട്ട് മഹാത്മാഗാന്ധിക്ക് അഗൻസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇത്രയും നടക്കുന്ന ഒരു സമയത്താണ്. അപ്പൊ മനസ്സിലാക്കുക എന്താണ് റൗലറ്റ് ആക്ട് 1990 ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പാസ്സാക്കിയ ആക്ട് ആയിരുന്നു റൗലറ്റ് ആക്ട്. ആ റൗലറ്റ് ആക്ടിന് അഗൻസ്റ്റ് ആയിട്ട് ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻസ് പോലും എന്തിനാ മഹാത്മാഗാന്ധി പോലും അതിന് അഗൻസ്റ്റ് ആയിരുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് റൗലറ്റ് ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഗീവ്സ് എനോമസ് പവർ ടു ദി ഗവൺമെന്റ്. പൊളിറ്റിക്കൽ ആക്ടിവിറ്റി അവർക്ക് സപ്രസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രിസണേഴ്സിനെ 2 years ട്രയൽ പോലും കൊടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തടങ്കലിലാക്കാൻ പറ്റുന്നുണ്ടാവും. അതെല്ലാം കൊണ്ടാണ് നമുക്ക് റൗലറ്റ് ആക്ട് എല്ലാ ആൾക്കാരും ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് 6th April 1990 മഹാത്മാഗാന്ധി ഹർത്താൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹർത്താലിന്റെ ഭാഗമായിട്ട് ഒരുപാട് റാലീസും സ്ട്രൈക്സും ഷോപ്സും ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വന്നപ്പോഴത്തേക്കും ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഹർത്താലിനൊക്കെ സപ്രസ് ചെയ്യാനായിട്ട് ജനറൽ ഡയറിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജനറൽ ഡയർ ആണെങ്കിൽ മാർഷൽ ലോ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വളരെ സമാധാനത്തോട് പോയിട്ടുണ്ടായിരുന്നു. അമൃതസറിന്റെ ആ ഒരു പ്രൊട്ടസ്റ്റിൽ അദ്ദേഹം ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 10th April ആയ സമയത്ത് ഡൽഹിയിലേക്ക് മഹാത്മാഗാന്ധി കയറുന്ന രീതിയിൽ അദ്ദേഹത്തിന് വിലക്കിയിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു സമയത്താണ്, അതായത് ഈ ഒരു ജനറൽ ഡയർ ഇതൊക്കെ കൊടുക്കുന്ന ഈ ഒരു സമയത്താണ് എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്, ജാലിയൻ വാലാബാഗ് ട്രാജഡി ഓഫ് 1990 നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ജാലിയൻ വാലാബാഗ്? ജാലിയൻ വാലാബാഗ്. സോ ജാലിയൻ വാലാബാഗ് 13th April of 1990 ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ നടക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ടായിരുന്നു. ജാലിയൻ വാലാബാഗിൽ ലാർജ് ക്രൗഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ലാർജ് ക്രൗഡ് അവിടെ ആക്ച്വലി വരാൻ കാരണം 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ആ റൗലറ്റ് ആക്ടിന് അഗൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ടും കുറച്ച് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ വന്നിട്ട് ആനുവൽ ആയിട്ടുള്ള ബൈസാഖി ഫെയർ നടക്കുമായിരുന്നു. അപ്പൊ ഈ ബൈസാഖി ഫെയർ കാണാനും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൗലറ്റ് ആക്ടിന്റെ സപ്രസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ജനറൽ ഡയറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജനറൽ ഡയർ എന്ത് ചെയ്തു, ഈ ജാലിയൻ വാലാബാഗിന്റെ എൻട്രി അങ്ങ് എക്സിറ്റ് അയാൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. സോ ആ പോകുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന വഴി അയാൾ ക്രോസ് ചെയ്തിട്ട് അയാൾ ഓപ്പൺ ഫയർ ഡിക്ലെയർ ചെയ്തു. അപ്പൊ ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ hundreds of ആൾക്കാരായിരുന്നു അവിടെ മരിച്ചു വീണിട്ടുണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് കുഞ്ഞു കുട്ടികൾ പോലും. അപ്പൊ ഇത് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ജനറൽ ഡയറിന്റെ മറുപടി ഇറ്റ് വാസ് മോറൽ എഫക്റ്റ് ആയിരുന്നു. അതായത് ഇനി ഇതേപോലെ ബ്രിട്ടീഷുകാർക്ക് എന്തെങ്കിലും സത്യാഗ്രഹം അത് ഇത് സ്ട്രൈക്ക് ഹർത്താൽ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കും എന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് ജനറൽ ഡയർ എത്രത്തോളം നല്ലൊരു പേഴ്സൺ ആയിരിക്കുന്നത്, അത്രയും ക്രൂരനായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു ജനറൽ ഡയറിന്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെയാണ് 1990 ജാലിയൻ വാലാബാഗ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ജാലിയൻ വാലാബാഗ് നടന്ന സമയത്ത് ആക്ച്വലി ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യ മൊത്തം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ബിക്കോസ് ഒരുപാടധികം ആൾക്കാരെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഇന്ത്യക്കാരിലെ മൊത്തം അവിടെ സ്ട്രൈക്ക് വരാൻ തുടങ്ങി. പോലീസുമായിട്ട് നമ്മൾ ഇന്ത്യക്കാരെ ക്ലാഷ് ആവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ബിൽഡിങ്സ് ആക്ച്വലി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിൽ വൻ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ആക്ച്വലി വെറുതെ ഇരിക്കുന്നുണ്ടാവോ? ഇല്ല. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മളുടെ ആ ഒരു പ്രൊട്ടസ്റ്റിനെ സപ്രസ് ചെയ്യാനായിട്ട് അവർ ബ്രൂട്ടലി തന്നെ സപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സത്യാഗ്രഹീസിനോട് അവരുടെ മൂക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രൗണ്ടിൽ ഇങ്ങനെ നിലത്ത് ഉരച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സത്യാഗ്രഹീസിനെ സ്ട്രീറ്റിൽ കൂടെ ക്രോൾ മീൻസ് വരച്ച് ഇഴച്ചുകൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല സാഹിബിനെ കാണുമ്പോഴത്തേക്കും എല്ലാ സത്യാഗ്രഹീസിനെ കൊണ്ട് സലാം അടുപ്പിക്കുക, സലാം മീൻസ് സല്യൂട്ട് കൊടുക്കുക, അതാണ് സലാം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പോരാനിട്ട് ദേ ഫ്ലോഷ്ഡ് പീപ്പിൾ. ഫ്ലോഷ് എന്ന് പറയുമ്പോഴത്തേക്കും അടിക്കുക, ചാട്ടവാറ് പോലെ സാധനങ്ങൾ കൊണ്ട് ആൾക്കാരെ അടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സാധാരണപ്പെട്ട പാവപ്പെട്ട കൊച്ചു കൊച്ചു വില്ലേജിൽ പോയിട്ട് അവർ ബോംബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ അധികം രീതിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റും തിരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, അറ്റാക്ക് ചെയ്യും, മീൻസ് അവർ ആ ഒരു പ്രൊട്ടസ്റ്റ് സപ്രസ് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ടപ്പോഴത്തേക്ക് മഹാത്മാഗാന്ധി പയ്യെ എന്ത് ചെയ്തു, നമ്മളുടെ ആ ഒരു പ്രൊട്ടസ്റ്റ് എല്ലാം കോൾ ഡൗൺ ചെയ്തു, മീൻസ് വേണ്ട എന്ന രീതിയിൽ പിൻവലിച്ചു. ഓക്കെ, ഇത്രയും മനസ്സിലായാലോ? അപ്പൊ നമ്മുടെ മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി
നമ്മുടെ ഇന്ത്യക്കകത്ത് ഹിന്ദുസും മുസ്ലിംസും ഉണ്ടായിരുന്നു. സോ ഹിന്ദുസും മുസ്ലിംസും കൂടെ വെവ്വേറെ നിന്നാൽ പറ്റൂല. ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ കാര്യം നടക്കൂ എന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി. അപ്പം ഹിന്ദുസിനെയും മുസ്ലിംസിനെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാം എന്ന ഒരു തോട്ടിലായിരുന്നു ആര്? മഹാത്മാഗാന്ധി. ആ സമയത്താണ് ഈ രോഗി ഇച്ഛിച്ചതും പാലം വൈദ്യം കൽപ്പിച്ചതും പാലം എന്ന രീതിയിൽ എന്ത് നടന്നത്? ഫസ്റ്റ് വേൾഡ് വാർ അവിടെ എൻഡായി. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാറിന്റെ അവസാനത്തോടു കൂടി അവിടെ ആര് ജയിച്ചു? UK-യും US-ഉം ജയിച്ചു. ആര് തോറ്റു? ഓട്ടോമാൻ എംപയർ തോറ്റു. ഇന്നത്തെ ടർക്കിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്നത്. ഈ ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്നത് ഓട്ടോമാൻ എംപയറിന്റെ എംപറർ എന്ന് വിളിക്കുന്ന പേരാണ് ഖാലിഫ. ആര്? ഖാലിഫ. സോ ആരാണ് ഈ ഖാലിഫ? ഖാലിഫ is a spiritual head of Islamic world. He is the spiritual head of ഇസ്ലാമിക് വേൾഡ്. അതായത് എങ്ങനെയാണോ നമ്മളുടെ ക്രിസ്ത്യൻസിന് പോപ്പ് ഉള്ളത്, അതായത് ക്രിസ്ത്യൻസിന്റെ എല്ലാ ക്രിസ്ത്യൻസിന്റെയും ഒരു അൾട്ടിമേറ്റ് ലീഡർ ആരായിരിക്കും? പോപ്പ്. മീൻസ് പോപ്പ് പറയുന്ന പോലെ കേൾക്കും, ആ രീതിയാണല്ലോ. അതേപോലെ ഇസ്ലാമിക് വേൾഡിലെ സ്പിരിച്വൽ ഹെഡ് ആരായിരുന്നു? ഖാലിഫയായിരുന്നു. സോ ഓട്ടോമാൻ എംപയർ അവിടെ ആക്ച്വലി തകർന്നതോടുകൂടി അവിടെ റൂമർ സ്പ്രെഡ് ആവാൻ തുടങ്ങി. എന്താ? ഒരു ഹാർഷ് പീസ് ട്രീറ്റ് വന്നിട്ട് ഈ ഖാലിഫിനെ അഗൻസ്റ്റ് വരുന്നു എന്ന്. അപ്പൊ ഖാലിഫിനെ സേഫ് ആക്കാൻ വേണ്ടി എല്ലാ മുസ്ലിംസും കൂടെ എന്ത് ചെയ്തു? എല്ലാ മുസ്ലിംസും കൂടെ എന്ത് ചെയ്തു? ഖിലാഫത്ത് കമ്മിറ്റി കൊണ്ടുവന്നു. എന്ത് കമ്മിറ്റി കൊണ്ടുവന്നു? ഖിലാഫത്ത് കമ്മിറ്റി. സോ അതായത് നമുക്ക് ആ ഒരു മുസ്ലിംസിനെ എല്ലാം കൂടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മുസ്ലിംസ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഖിലാഫത്ത് കമ്മിറ്റി കൊണ്ടുവന്നു. ആൻഡ് ആ ഖിലാഫത്ത് കമ്മിറ്റി ഇന്ത്യയില് മാർച്ച് 1919 എല്ലാം നടക്കുന്ന 1919 1919 വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബോംബെയിലായിരുന്നു ആ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കമ്മിറ്റിയിലെ മുസ്ലിം ലീഡേഴ്സ് ആരായിരുന്നു? രണ്ട് സഹോദരങ്ങളായിട്ടുള്ള മുഹമ്മദ് അലിയും അതോടൊപ്പം തന്നെ എന്തായിരുന്നു? ഷൗക്കത്ത് അലിയുമായിരുന്നു. ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. അപ്പൊ അങ്ങനെ ഖിലാഫത്ത് കമ്മിറ്റി ഫോം ചെയ്തു. ഖിലാഫത്ത് കമ്മിറ്റി ഫോം ചെയ്ത സമയത്ത് എന്തായിരുന്നു? ഈ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും കൂടെ ആരെ വന്ന് കണ്ടു? നമ്മുടെ മഹാത്മാഗാന്ധിനെ വന്ന് കണ്ടു. ഓൾറെഡി മഹാത്മാഗാന്ധിക്ക് ഹിന്ദുസിനെയും മുസ്ലിംസിനെയും കൂടെ ഒരുമിച്ച് നിർത്തിയാൽ മാത്രമായിരിക്കും നമുക്ക് ഇന്ത്യക്ക് സ്വരാജ് കിട്ടത്തുള്ളൂ എന്നൊരു പ്ലാന് നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്ത്? ഖിലാഫത്ത് കമ്മിറ്റി ഫോം ചെയ്തു. അതൊരു ഹെൽപ്പിനായിട്ട് മുസ്ലിംസ് എല്ലാവരും കൂടെ മഹാത്മാഗാന്ധി കാണാൻ വന്നത്. അപ്പൊ എന്ത് ചെയ്തു? മഹാത്മാഗാന്ധിക്ക് ഐഡിയ ഉദിച്ചു. മഹാത്മാഗാന്ധി ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ഒരുമിപ്പിക്കാനായിട്ട് എന്ത് ചെയ്തു? കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ച്? കൽക്കട്ടയിൽ. കൽക്കട്ട സെക്ഷൻ ഓഫ് 1920. അടുത്ത വർഷമായ 1920 അങ്ങനെ അവർക്ക് മനസ്സിലായി എന്താണ്? അവർക്ക് ഇൻഡിപെൻഡൻസ് വേണമെങ്കിൽ, സ്വരാജ് വേണമെങ്കിലും ഖിലാഫത്ത് മൂവ്മെന്റ് എല്ലാം കൂടെ ചേർന്ന് കൊണ്ട് അവരെന്ത് കൊണ്ടുവന്നു? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കൊണ്ടുവന്നു. എന്ത് കൊണ്ടുവന്നു? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അതായത് എന്തായിരുന്നു ആക്ച്വലി നമ്മളുടെ റൗലറ്റ് ആക്ട് കാരണം കുറെ എന്തൊക്കെയൊക്കെയോ സംഭവിച്ചു അല്ലെ? നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. റൗലറ്റ് ആക്ടിന്റെ സമയത്ത് നമ്മൾ 1919 റൗലറ്റ് ആക്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരുന്നു. അതിൽ ആരൊക്കെയായിരുന്നു മെമ്പേഴ്സ്? ബ്രിട്ടീഷുകാരും ഉണ്ടായിരുന്നു, ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ റൗലറ്റ് ആക്ട് പാസ്സാക്കി. എന്തായിരുന്നു റൗലറ്റ് ആക്ട്? ബ്രിട്ടീഷുകാർക്ക് എനോമസ് ആയിട്ടുള്ള പവർ കിട്ടുന്നുണ്ടാകും. അവർക്ക് നമ്മളുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിനെ സപ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. ഒരു കാരണമില്ലാതെ ആരെയും പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ കൊണ്ടിടാം എന്നൊരു പവർ 2 years ആയിട്ടുള്ള കോർട്ട് സംഭവങ്ങളൊന്നും കാണത്തില്ല. പെട്ടെന്ന് തന്നെ അവർ കൊണ്ട് ഇടാമെന്ന സംഭവം വന്നു. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല? ഇന്ത്യക്കാർക്ക്, മഹാത്മാഗാന്ധിക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഹർത്താൽ വന്ന പീപ്പിൾ എല്ലാവരും കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്ത് സംഭവിച്ചു? അതിനെ സപ്രസ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാര് അവരുടെ ജനറൽ ഡയറിനെ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ജനറൽ ഡയർ വളരെ ക്രൂരനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം മാർഷൽ ലോ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മഹാത്മാഗാന്ധിയുടെ ഡൽഹിയിലോട്ട് കയറാൻ പറ്റൂല രീതിയിൽ താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ജാലിയൻ വാലാ ബാഗ് നടന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ജാലിയൻ വാലാ ബാഗ്? അവിടെ ഒരു കൂട്ടം ആൾക്കാര് കൂടി നിൽപ്പുണ്ടായിരുന്നു. അവരുടെ എൻട്രി ക്ലോസ് ചെയ്തിട്ട് ഈ ജനറൽ ഡയറിനെ അവർ തുരുതുര വെടിവെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ മരിച്ചു വീണു. ആ മരിച്ചു വീണപ്പോഴത്തേക്ക് ഇന്ത്യക്കാരെ വെറുതെ ഇടോ? ഇല്ല. അങ്ങനെ ഇന്ത്യക്കാർ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? സ്ട്രൈക്ക് വിളിക്കാൻ തുടങ്ങി. പോലീസിന് അഗൻസ്റ്റ് ക്ലാഷ് വരാൻ തുടങ്ങി. ഗവൺമെന്റിന്റെ ഓരോ ബിൽഡിംഗ് കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി.
അപ്പൊ ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കോ? ഇല്ല, ബ്രിട്ടീഷുകാർ വീണ്ടും അവർക്കെതിരെ വന്നു. പക്ഷെ അപ്പൊ തിരിച്ചടി ഭയങ്കര കൂടുതലായിരുന്നു. എന്തായാലും ബ്രിട്ടീഷിന്റെ സത്യാഗ്രഹീസിനെ മൂക്കുകൊണ്ട് അവരെ മണ്ണിൽ ഉരയ്ക്കാൻ തുടങ്ങി, അവരെ വലിച്ചഴച്ചു കൊണ്ട് പോവാൻ തുടങ്ങി. സാഹിബിനെ കാണുമ്പോഴത്തേക്ക് സലാം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്കാർ ഒരു ആവശ്യമില്ലാതെ വെറുതെ ഇട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണപ്പെട്ട പാവപ്പെട്ട വില്ലേജിൽ പോയിട്ട് ബോംബുകൾ വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ലെവൽ ഭയങ്കര എക്സ്ട്രീമായി പോയപ്പോഴത്തേക്ക് മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? ആ സത്യാഗ്രഹസ് എല്ലാം പിൻവലിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഹിന്ദുസും മുസ്ലിംസും ഒരുമിച്ച് നിൽക്കണം എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു? അവിടെ ആ ടൈമിലാണ് ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് മുസ്ലിംസിന്റെ ഓട്ടോമൻ എംപയർ അവിടെ തോറ്റു. അവരുടെ ഖാലിഫേനെ രക്ഷിക്കാനായിട്ട് അവരെന്ത് മൂവ്മെന്റ് കൊണ്ടുവന്നു? ഖിലാഫത്ത് മൂവ്മെന്റ് കൊണ്ടുവന്നു. ഖിലാഫത്ത് മൂവ്മെന്റ് ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ലീഡേഴ്സ് ഏത് സഹോദരന്മാരായിരുന്നു? മുഹമ്മദ് അലിയും അതുപോലെ ഷൗക്കത്ത് അലിയുമായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിനെ സമീപിച്ചു. അപ്പൊ മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? ഇതാണ് ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കിട്ടിയ ഏറ്റവും നല്ല സമയം എന്ന് കരുതിയിട്ട് അദ്ദേഹം കൽക്കട്ടയിൽ പോയിട്ട് കോൺഗ്രസ് വിളിച്ചു കൂട്ടി. അവിടെ 1920 ആയ സമയത്ത് ആ കോൺഗ്രസ് മൂവ്മെന്റിൽ ഹിന്ദുസും മുസ്ലിംസും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ത്യക്ക് സ്വരാജിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ച് അവർ എന്ത് മൂവ്മെന്റ് പാസ്സാക്കി? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പാസ്സാക്കി. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അബൌട്ട് ദി നോൺ കോപ്പറേഷൻ ആണ്. അപ്പൊ എന്താണ് ഈ നോൺ കോപ്പറേഷൻ എന്ന് പറയുന്നത്? സോ ഈ നോൺ കോപ്പറേഷൻ പറയുന്നതിന് മുമ്പ് നോൺ കോപ്പറേഷൻ ആക്ച്വലി നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം വേറൊന്നുമല്ല, 1909 മഹാത്മാഗാന്ധി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ഹിന്ദു സ്വരാജില് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ബ്രിട്ടീഷുകാര് നമ്മളുടെ ഇന്ത്യയിൽ ഭരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ സപ്പോർട്ടോട് കൂടിയാണ്, ഇന്ത്യക്കാരുടെ കോഓപ്പറേഷൻ കൂടിയാണ് എന്നാണ് പറയുന്നത്. ബിക്കോസ് എന്നാൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പോലീസായിട്ട്, ആർമിയില്, സിവിൽ സർവീസിൽ, ടീച്ചേഴ്സായിട്ട്, കോർട്ടിൽ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടോടി തന്നെയാണ് എന്ത് ബ്രിട്ടീഷിന്റെ റൂൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയത്. സോ വാട്ട് വാസ് മഹാത്മാസ് ഗാന്ധീസ് മെയിൻ പ്ലാൻ ആയിട്ടുള്ള നോൺ കോപ്പറേഷൻ? നമ്മൾ ഒരു രീതിയിലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ബ്രിട്ടീഷുകാരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യൂല എന്ന് ആര് പറഞ്ഞു? മഹാത്മാഗാന്ധി പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹി ടോൾഡ് ദി പീപ്പിൾ ടു സറണ്ടർ ദി ടൈറ്റിൽസ്. അവർക്ക് ഒരുപാട് ടൈറ്റിൽസ് മീൻസ് ജോലി ചെയ്യുമ്പോഴത്തേക്കും കളക്ടർ അങ്ങനെ ഒരുപാടധികം പദവികളിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടൈറ്റിൽസ് എല്ലാം കൂടി സറണ്ടർ ചെയ്യാനായിട്ട് ആര് പറഞ്ഞു? മഹാത്മാഗാന്ധി പറഞ്ഞു. മാത്രമല്ല ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞു. എന്ത്? ഒരു രീതിയിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ സഹകരിക്കുന്നുണ്ടാവില്ല. അവർ അണ്ടറിൽ ജോലി ചെയ്യുന്ന സിവിൽ സർവീസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, ആർമിയിലാണെങ്കിലും, പോലീസിലാണെങ്കിലും, എന്തിന് കോർട്ടും ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള കൗൺസിലാണെങ്കിലും, സ്കൂളാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഫോറിൻ ഗുഡ്സ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന ഒരു സാധനവും നമ്മൾ ഉപയോഗിക്കത്തില്ല എന്ന രീതിയിൽ ഒരു രീതിയിലും നമ്മൾ ബ്രിട്ടീഷുകാരുമായി സഹകരിക്കത്തില്ല എന്ന് പറയുന്നതാണ് എന്ത്? നോൺ കോപ്പറേഷൻ ആക്ട് എന്ന് പറയുന്നത്. സോ ഗവൺമെന്റ് അഗൻസ്റ്റ് ആയിട്ട് ഒരു ഫുൾ ഡിസൊബീഡിയൻസ് ക്യാമ്പയിൻ ആര് കൊണ്ടുവന്നു? നമ്മളുടെ മഹാത്മാഗാന്ധി കൊണ്ടുവന്നു. അതാണ് നോൺ കോപ്പറേഷൻ എന്ന് പറയുന്നുണ്ടാവുന്നത്. അതിന്റെ ഭാഗമായിട്ട് 1920 സമ്മറിൽ മഹാത്മാഗാന്ധിയും അതോടൊപ്പം തന്നെ ഷൗക്കത്ത് അലിയും കൂടെ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇന്ത്യ മൊത്തം സഞ്ചരിച്ചുകൊണ്ട് എല്ലാ ഹിന്ദുസിനെയും മുസ്ലിംസിനെയും പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാരെയും കൂട്ടിണക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ബ്രിട്ടീഷുകാരുമായിട്ട് യാതൊരു രീതിയിലും സഹകരിക്കരുത് എന്ന രീതിയിൽ അദ്ദേഹം അത് സ്പ്രെഡ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ആക്ച്വലി കോൺഗ്രസിനകത്തുള്ള കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു ബോയ്ക്കോട്ടിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും എന്താണ് 1920 നാഗ്പൂരിൽ നടന്നിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസിൽ വന്നിട്ട് നമ്മൾ എന്താ തുടങ്ങി? നോൺ കോപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് എല്ലാ ആൾക്കാരും ഒരുപോലെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 1920 ആ ഒരു കോൺഗ്രസിലാണ് അത് പാസ്സാക്കിയെങ്കിൽ പോലും നിലവിൽ വന്നത് നോൺ കോപ്പറേഷൻ നിലവിൽ വന്നത് 1921 ജനുവരിയിലായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് നോൺ കോപ്പറേഷൻ? 1909 മഹാത്മാഗാന്ധിയിലെ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്കാരുടെ സപ്പോർട്ടുകൂടി തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാർ ഒരു രീതിയിലും ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ പാടില്ല എന്നൊരു രീതിയിൽ കൊണ്ടുവന്നതാണ് നോൺ കോപ്പറേഷൻ. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു?
നമ്മുടെ ഇന്ത്യക്കാരോട് എല്ലാ രീതിയിലുള്ള ടൈറ്റിൽസും സറണ്ടർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിവിൽ സർവീസ്, ആർമി, പോലീസ്, കോർട്ട്, സ്കൂള്, ഫോറിൻ ഗുഡ്സ് എല്ലാം ബ്രിട്ടീഷുകാരുടെ എല്ലാം ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഐഡിയ സ്പ്രെഡ് ചെയ്യാനായിട്ട് മഹാത്മാഗാന്ധി, ഷൗക്കത്ത് അലിയും കൂടെ ചേർന്നിട്ട് 1920 ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്തിട്ട് ഈ ഐഡിയ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കോൺഗ്രസിലെ കുറച്ച് ആൾക്കാർക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും 1920 നാഗ്പൂർ സെക്ഷനിൽ വന്നിട്ട് ആ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് എല്ലാ ആൾക്കാരും ഒരുപോലെ തന്നെ നോൺ കോപ്പറേഷൻ ആക്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. 1921 ജാനിൽ എന്ത് ചെയ്തു? നമ്മളുടെ നോൺ കോപ്പറേഷൻ നിലവിൽ വന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ചാപ്റ്റർ നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. സംഭവം വേറൊന്നുമല്ല, എന്താണ്, ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒരുപാടധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതറിഞ്ഞ മഹാത്മാഗാന്ധി അവിടേക്ക് വന്നത്. മഹാത്മാഗാന്ധി എന്ത് പറഞ്ഞു? അദ്ദേഹത്തിന്റെ സത്യാഗ്രഹ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന്റെ ഭാഗമായി നിങ്ങൾ 3 സത്യാഗ്രഹം പഠിക്കണം. ഏതൊക്കെയായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ, അഹമ്മദാബാദ് സത്യാഗ്രഹം. ആ ഒരു സമയത്താണ് എന്ത് വന്നത്? ഒരു പെട്ടെന്ന് തന്നെ റൗലത്ത് ആക്ട് അവിടെ പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ റൗലത്ത് ആക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ മഹാത്മാഗാന്ധി കുറച്ച് സ്ട്രൈക്കുകൾ കൊണ്ടുവന്നു. ആ സ്ട്രൈക്കിന്റെ അഗൻസ്റ്റ് ആയിട്ട് ജനറൽ ഡയർ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജനറൽ ഡയർ ആണെങ്കിൽ ഒരു ആവശ്യമില്ലാതെ എന്ത് ചെയ്തു? നമ്മളുടെ ആൾക്കാരെ വെടിവെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നടന്ന സംഭവമാണ് ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് നടന്നതോടുകൂടി ഇന്ത്യക്കാരെല്ലാവരും കൂടെ ബ്രിട്ടീഷുകാർക്ക് അഗൻസ്റ്റ് ആകുകയും അങ്ങനെ ഒരുപാട് പ്രൊട്ടസ്റ്റ് ആകുകയും ചെയ്തപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കൂ, അവർ വലിയ രീതിയിൽ നമ്മളുടെ ആൾക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവരെ വലിച്ചഴയ്ക്കാനും അടിക്കാനും ഒക്കെ സാഹിബിനെ വിളിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായ സമയത്ത് മഹാത്മാഗാന്ധി എന്ത് പറഞ്ഞു? നമുക്ക് ഈ ഒരു ഇതെല്ലാം കോൾ ഔട്ട് ചെയ്തു. ആ സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഹിന്ദുസും മുസ്ലിംസും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? അത് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഖാലിഫയ്ക്ക് വേണ്ടിയിട്ട് ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് ബ്രദേഴ്സ് ആയിട്ടുള്ള മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും വന്ന്. പിന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇറക്കിയ മൂവ്മെന്റ് ആയിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇത്രയുമാണ് നമ്മൾ ഇത്ര തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോൺ കോപ്പറേഷനെ പറ്റി ഡീറ്റെയിൽ പറയാം. സോ ഇനി നമുക്ക് 4 പാർട്ടായിരിക്കും ഈ വീഡിയോ വരുന്നുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൂടെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനോട് മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് ആൽഫ ട്യൂട്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്